പുതുവത്സരാശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ ചർച്ചകളിൽ നിറയ്ക്കുന്നതും ഭരണ തുടർച്ച. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലാണ് അദ്ദേഹം ആശംസകൾ അറിയിച്ചത്. ഈ വർഷം രാജ്യം ഏറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഈ ഊർജ്ജം പുതിയ വർഷത്തിലും മുന്നോട്ട് പോകാൻ സഹായിക്കുമെന്നും കൂട്ടിച്ചേർത്തു. കായിക മത്സരങ്ങളിലും ഓസ്കറിലും ഇന്ത്യ വലിയ നേട്ടങ്ങൾ നേടിയെടുത്തു. പാരീസ് ഒളിമ്പിക്സിലും രാജ്യം വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുമെന്നും മോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വികസിത ഭാരതത്തിന്റെ ഗുണം യുവാക്കൾക്കാണ് കൂടുതൽ ലഭിക്കുക. പുതുവർഷത്തിൽ യുവാക്കൾ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകണം. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ശ്രദ്ധ വേണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. അക്ഷയ് കുമാർ, വിശ്വനാഥൻ ആനന്ദ്, ജഗി വാസുദേവ് തുടങ്ങിയവർ മൻ കി ബാത്തിൽ ഫിറ്റ്നസ് സന്ദേശം നൽകി. കൂടാതെ മില്ലറ്റ് അടിസ്ഥാനമാക്കിയ സ്റ്റാർട്ടപ്പുകളെ പ്രധാനമന്ത്രി പരിചയപ്പെടുത്തി. ഈ വർഷത്തെ അവസാനത്തെ മൻ കി ബാത്താണ് ഇന്നത്തേത്. മൻ കി ബാത്തിന്റെ 108ാമത് എഡിഷനാണിത്. രാവിലെ 11 മണിക്കാണ് മൻ കി ബാത്ത് ആരംഭിച്ചത്. മൻ കി ബാത്തിന് മുമ്പ് രാഷ്ട്രീയവും മറ്റൊരു മാധ്യമത്തിലൂടെ പ്രധാനമന്ത്രി ചർച്ചയാക്കിയിരുന്നു. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു. മോദി സ്വയം പ്രഖ്യാപിത ബാഹുബലിയാണെന്നും ഗുസ്തി താരങ്ങളുടെ കണ്ണീരിനേക്കാൾ വലുതാണോ രാഷ്ട്രീയ നേട്ടങ്ങളെന്നും രാഹുൽ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ചോദിച്ചു. കായിക രംഗത്തെ നേട്ടങ്ങളടക്കം പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഈ വർഷത്തെ അവസാന മൻ കി ബാത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള രാഹുലിന്റെ പ്രതികരണം. വിനേഷ് ഫോഗട്ട് പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ ഉപേക്ഷിച്ച് പോകുന്നതിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വീണ്ടും അധികാരത്തിലെത്തുമെന്ന് മോദി ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിശദീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ വിമർശനവുമായി എത്തിയത്. താനൊരു വിദ്യാർത്ഥിയാണെന്നും ജീവിതാനുഭവങ്ങളാണ് തന്റെ ഭരണത്തെ കാര്യക്ഷമമാക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും 23 വർഷത്തോളം ഇതുവരെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 30 വർഷക്കാലം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്യുകയും പല മനുഷ്യരുമായി ചേർന്ന് പ്രവർത്തിക്കുകയും അവരോടൊപ്പം ജീവിക്കുകയും ചെയ്തത് ജീവിതത്തിൽ വലിയ വഴിത്തിരിവുണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ദാരിദ്ര്യത്തിൽ വളർന്ന താഴെത്തട്ടിലുള്ള ആളുകളുമായി ബന്ധപ്പെടാനുള്ള ഭാഗ്യമുണ്ടായത് അധികാരത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. പരിഷ്കാരങ്ങൾ കേവലം തലക്കെട്ടുകളിലല്ലെന്നും ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച അനുഭവങ്ങൾ നൽകിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ ജീവിതം, അവരുടെ ജീവിത സൗകര്യം, ബിസിനസ് ചെയ്യാനുള്ള സൗകര്യം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളിലാണ് ഇന്ത്യയുടെ വളർച്ച അതിവേഗമാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കോൺഗ്രസ് ഭരണകാലത്തേക്കാൾ കുറവാണ് നിലവിലെ പണപ്പെരുപ്പമെന്നായിരുന്നു മോദിയുടെ പ്രതികരണം. കേരളത്തിലും BJPയുടെ ശക്തി വർദ്ധിച്ചു വരുന്നതായി മോദി വിലയിരുത്തുന്നു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ BJP ശക്തി തെളിയിച്ചിട്ടുണ്ടെന്നും ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ ദക്ഷിണേന്ത്യയിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആണെന്നും അദ്ദേഹം പറഞ്ഞു. 2024ലും BJP അധികാരത്തിലെത്തും. കൂട്ടുകക്ഷി സർക്കാരിന് രാജ്യത്തിന് ആവശ്യമില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് മുന്നിൽ മറ്റൊരു ബദലില്ല. രാജ്യത്തിന് ഒരു സാമ്പാർ മുന്നണി സർക്കാരിന്റെ ആവശ്യമില്ലെന്ന് മോദി പറയുന്നു. മോദിയുടെ ഗ്യാരണ്ടികൾ വോട്ട് ഉന്നമിട്ടിട്ടുള്ളതല്ല, രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്കുള്ള ഉറപ്പാണത്. മോദി പിന്നോട്ട് പോകില്ലെന്ന് ജനത്തിനറിയാം. ജനപിന്തുണയാണ് തന്റെ വിജയരഹസ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു തീരുമാനവും തന്റേത് മാത്രമല്ലെന്നും രാജ്യ താല്പര്യം മാത്രമാണ് പരിഗണനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതുമുഖങ്ങളെ മുഖ്യമന്ത്രിമാരാക്കുന്നത് BJPയിൽ ആദ്യമല്ലെന്നും ഒരു ഭരണപരിചയവുമില്ലാതെയാണ് താൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയതെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റുള്ളതെല്ലാം കുടുംബ പാർട്ടികളായതിനാലാണ് ഇതൊരു പുതിയ ട്രെൻഡായി തോന്നുന്നതെന്നും മോദി പരിഹസിച്ചു.